കാസർഗോഡ് വിദ്യാനഗർ ചാല റോഡിലെ മുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കർണാടക സ്വദേശി ചന്ദ്രന്റെ ഭാര്യയാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്റർലോക്ക് പാകുന്ന തൊഴിലാളിയാണ് ചന്ദ്രൻ. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്റർലോക്ക് സ്ഥാപന ഉടമയുടെ കയ്യിൽ മുറിയുടെ താക്കോൽ നൽകിയ ശേഷം ഇയാൾ നാട്ടിലേക്ക് പോയിരുന്നു. 2 ദിവസത്തെ അവധിക്കാണ് ചന്ദ്രൻ നാട്ടിലേക്ക് പോയത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ടും ചന്ദ്രൻ മടങ്ങിയെത്തിയിരുന്നില്ല. ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ ഉടമ ശ്രമിച്ചിരുന്നെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. രാവിലെ പണിസാധനങ്ങൾ എടുക്കാൻ ഉടമ മുറി തുറന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ കമ്പനി ഉടമ പോലീസിനെയും പൗരപ്രമാണിമാരെയും വിവരമറിയിക്കുകയായിരുന്നു. വിദ്യാനഗർ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പ്രേതവിചാരണയ്ക്ക് ശേഷം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. കൊലപാതകമാകാനാണ് സാധ്യതയെന്നാണ് പോലീസ് നൽകുന്ന സൂചന. മരിച്ചത് ചന്ദ്രന്റെ ഭാര്യയാണെന്നും യുവതിയെ അപായപ്പെടുത്തിയ ശേഷം ചന്ദ്രൻ മുറി പൂട്ടി താക്കോൽ ഉടമയെ ഏൽപ്പിച്ച് മുങ്ങിയതാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം ചന്ദ്രനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ മരണത്തിന് പിന്നിലെ ദുരൂഹത മറനീക്കി പുറത്തുവരികയുള്ളൂവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കാഞ്ഞിരംകുളം കല്ലുമുക്ക് കടപ്പുറത്ത് 45 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. രാത്രി 8 മണിയോടെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ചത് ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. ആരാണെന്ന് മരിച്ചതെന്നറിയാനുള്ള അന്വേഷണം തുടങ്ങി. മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മലപ്പുറത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലഹരിമരുന്ന് അകത്ത് ചെന്നായിരിക്കാം മരണം സംഭവിച്ചെന്ന നിഗമനത്തിലാണ് പോലീസ്. മഞ്ചേരി ചെരണിയിലാണ് നിർത്തിയിട്ട ഓട്ടോയിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുറക്കൽ സ്വദേശി റിയാസ് ബാബു, സുഹൃത്ത് ഈരാറ്റുപേട്ട സ്വദേശി റിയാസ് എന്നിവരാണ് മരിച്ചത്. രാവിലെ 10:30ഓടെയാണ് നാട്ടുകാർ ഇവരെ മരിച്ച നിലയിൽ കണ്ടത്. അങ്ങനെ പറയപ്പെടുന്നുണ്ട്. എന്താണ് അത് തന്നെയാണോ കാരണം എന്നുള്ളൊരു മുൻവിധി നമുക്കിതിൽ പറയാൻ പറ്റില്ല. ലഹരിമരുന്ന് ഉപയോഗമാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇരുവരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചിയിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 2 കോടി രൂപ വിലമതിക്കുന്ന ഹാഷിഷ് ഓയിലുമായി ചെന്നൈ സ്വദേശിയാണ് പിടിയിലായത്. ഷാഡോ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. ഷാഡോ പോലീസിന്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ വൻ ലഹരിമരുന്ന് വേട്ട നടന്നത്. 2 കിലോ വീതം ഹാഷിഷ് ഓയിലും മെഥാംഫെറ്റമിനുമാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് മെഥാംഫെറ്റമിൻ പിടികൂടുന്നത്. പിടിച്ചെടുത്ത ലഹരിമരുന്നുകൾക്ക് 5 കോടിയിലധികം വില വരുമെന്നാണ് നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് ചെന്നൈ സ്വദേശി ഇബ്രാഹിം ഷെരീഫാണ് പോലീസിന്റെ പിടിയിലായത്. നാളുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇയാളെ കുടുക്കിയത്. മയക്കുമരുന്ന് ഉപഭോക്താക്കൾ എന്ന നിലയിൽ ഇബ്രാഹിമിനെ വിളിച്ച പോലീസ് ബുദ്ധിപൂർവ്വം ഇയാളെ കുടുക്കുകയായിരുന്നു. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഹാഷിഷ് ഓയിലാണ് ഇയാളിൽ നിന്ന് പിടിച്ചത്. എന്നാൽ ഇബ്രാഹിം വെറും കാരിയർ മാത്രമാണെന്ന് പോലീസ് പറഞ്ഞു.
ക്രിസ്മസ് നവവത്സരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പാർട്ടികൾക്കായി വൻതോതിൽ മയക്കുമരുന്ന് നഗരത്തിലേക്ക് ഒഴുകുമെന്ന് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. മുന്നറിയിപ്പുകളെ തുടർന്ന് എക്സൈസ് വകുപ്പും പോലീസും കർശനമായ പരിശോധനകളാണ് നഗരത്തിൽ നടത്തുന്നത്. കോഴിക്കോട് മുക്കത്ത് വൻ ലഹരി വേട്ട. യമു ബാദുഷയാണ് ന്യൂജൻ മയക്കുമരുന്നുകളുമായി പോലീസിന്റെ വലയിലായത്. ന്യൂ ഇയർ പാർട്ടികൾക്ക് ലഹരി പകരാനായി എത്തിച്ച 35 LSD സ്റ്റാമ്പുകളുമായാണ് കൊടിയത്തൂർ യുമാ ബാദുഷ മുക്കം പോലീസിന്റെ പിടിയിലായത്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ജി ജയദേവന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി ഡിവൈഎസ്പി പി ബിജുരാജിന്റെ നിർദ്ദേശപ്രകാരം മുക്കം എസ്ഐ KP അഭിലാഷും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് നടത്തിയ നീക്കത്തിനൊടുവിലാണ് യമു അഴിക്കുള്ളിലായത്. വളരെ തുച്ഛമായിട്ടുള്ള തൂക്കമുണ്ടെങ്കിൽ പോലും അത് വലിയ ശിക്ഷ കിട്ടാവുന്ന ഒരു തരത്തിലുള്ളതാണ് ഈ LSD എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് DJ പാർട്ടികൾ പോലുള്ളതിൽ ഉപയോഗപ്പെടുന്ന ഈ വസ്തു കോളേജ് കുട്ടികളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിടികൂടിയ സ്റ്റാമ്പിന് വിപണിയിൽ 1 ലക്ഷം രൂപയിലധികം വില വരുമെന്നാണ് സൂചന. മുമ്പ് നിരവധി തവണ ലഹരിമരുന്ന് കേസിൽ യമു പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പുതുവത്സര ആഘോഷങ്ങളുമായി മലയോര മേഖലകളിലെ ക്യാമ്പസുകളിലടക്കം DJ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതായും അതിനായി വൻതോതിൽ ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകൾ ഒഴുകാൻ സാധ്യതയുള്ളതായും രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് റൂറൽ ജില്ലയിൽ ഉടനീളം ലഹരിമരുന്ന് വേട്ട ശക്തമാക്കാൻ ജില്ലാ പോലീസ് മേധാവി കർശന നിർദ്ദേശം നൽകിയിരുന്നു. മുക്കത്തും പരിസരത്തും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന സജീവമായി നടക്കുന്നത് തടയാൻ വേണ്ട നടപടികൾ ശക്തമാക്കുമെന്നും പുതുവത്സരത്തോടനുബന്ധിച്ച് മലയോര മേഖലകളിലെ റിസോർട്ടുകളിലും മറ്റും ഇത്തരം പാർട്ടികൾ സംഘടിപ്പിക്കാൻ സാധ്യതയുള്ളതായും മുക്കം SI KP അഭിലാഷ് പറഞ്ഞു. സാധാരണ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രം കണ്ടുവരുന്ന ന്യൂ ജനറേഷൻ വിഭാഗത്തിൽപ്പെടുന്ന വീര്യം കൂടിയ ലഹരി മരുന്നാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. കാഴ്ചയിൽ സ്റ്റാമ്പ് രൂപത്തിൽ കാണുന്ന ഇത്തരം ലഹരി വസ്തു ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ഉപയോഗിച്ചതായി തിരിച്ചറിയാൻ പ്രയാസമുള്ളതുമായതിനാൽ സ്ത്രീകളടക്കമുള്ള യുവതലമുറ ഇത്തരം ലഹരി വസ്തുക്കൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. തിരുവനന്തപുരത്ത് ഉഴമലക്കലിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ ഡോക്ടർ പിടിയിലായി. കുളപ്പട ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ കനകകുമാറാണ് ആര്യനാട് പോലീസിന്റെ വലയിലായത്. ചികിത്സയ്ക്കായി എത്തിയ യുവതിയാണ് ഡോക്ടറിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ചികിത്സയ്ക്കെത്തിയ യുവതിയെ ഡോക്ടർ കടന്നു പിടിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. തുടർന്ന് ഉഴമലയ്ക്കൽ കുളപ്പട ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ കനകകുമാറിനെ ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് പെൺകുട്ടി ഡോക്ടറെ സമീപിച്ചത്. തുടർന്ന് വാതിലടച്ച ശേഷം ശരീരം പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത് നിരസിച്ച പെൺകുട്ടി ഡോക്ടറുടെ കൈ തട്ടിമാറ്റി വാതിൽ തുറന്ന് ഇറങ്ങിയോടുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ ഡോക്ടറെ തടഞ്ഞുവെച്ച ശേഷം ആര്യനാട് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഒരു വർഷം മുൻപാണ് ഡോക്ടർ കനകകുമാർ കുളപ്പട ആശുപത്രിയിലെത്തിയത്. ഈ കാലയളവിനിടെ നിരവധി യുവതികളും വീട്ടമ്മമാരും ഡോക്ടറുടെ മോശം പെരുമാറ്റത്തിനിരകളായിട്ടുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. സ്ത്രീകളെ പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർ മുറിയുടെ വാതിലടയ്ക്കുന്നത് പതിവാണെന്നും ഇതിനെതിരെ മുൻപ് നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. പുറത്തേക്കിറങ്ങിയോടിയതുകൊണ്ട് മാത്രമാണ് താൻ അപമാനിതയാകാത്തതെന്ന് പരാതിക്കാരിയായ യുവതി പോലീസിന് മൊഴി നൽകി.
ചെട്ടിക്കുളങ്ങരയിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് വൻ ആയുധശേഖരവും പിടിച്ചെടുത്തെന്ന് പോലീസ് പറഞ്ഞു. മാവേലിക്കര ചെട്ടികുളങ്ങരയിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ പത്തിയൂർ ശിവപ്രസാദ്, കണ്ണമംഗലം അമൽ എസ് കുമാർ, ഇവർക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചുകൊടുത്ത ഈരേഴപ്പൊട്ടൻ സജി എന്നിവരാണ് പിടിയിലായത്. നവംബർ 26 രാത്രി 11 ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കൃഷ്ണമ്മയുടെ വീട്ടുമുറ്റത്തും ഇക്കഴിഞ്ഞ 17 കടവൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി വിനീഷിന്റെ വീട്ടിലും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിലാണ് 3-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതികൾ RSS BJP അനുഭാവികളാണെന്നും പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി S. സുരേന്ദ്രൻ മാവേലിക്കര പോലീസ് ഇൻസ്പെക്ടർ BP മോഹൻലാലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണത്തിന് നിയോഗിച്ചിരുന്നു. തുടർന്ന് മുട്ടം ഭാഗത്ത് പടക്ക നിർമ്മാണം നടത്തി വന്നിരുന്നയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ചെട്ടികുളങ്ങരയിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ബാക്കി ലഭിച്ച മാസിക പേപ്പറുകളുടെ തുടർ പേജുകൾ പോലീസ് പടക്ക നിർമ്മാണശാലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് 2 പേർ വന്ന് പടക്കം വാങ്ങിയതായി വിവരം ലഭിച്ചത്. CCTV, മൊബൈൽ ഫോൺ ടവർ എന്നിവ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പ്രതികളെ പിന്നീട് തിരിച്ചറിയുകയായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ 17 പുലർച്ചെ 3 സമാനമായ രീതിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കടവൂരിലെ വീടിന് നേരെ വീണ്ടും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ പൊട്ടൻ സജി എന്ന സജി പിടിയിലാവുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റ് പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത്. ശിവപ്രസാദ്, അമൽ എന്നിവരിൽ നിന്ന് 6 വാളുകളും S കത്തി ഉൾപ്പെടെ 3 കത്തികളും പോലീസ് കണ്ടെത്തി. ശിവപ്രസാദിന്റെ വീട്ടിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നിർമ്മാണശാല പ്രവർത്തിക്കുന്നുണ്ടെന്ന് DYSP അനീഷ് V. കോര പറഞ്ഞു. കൊച്ചിയിൽ ബ്യൂട്ടി സലൂൺ വെടിവെപ്പ് കേസിൽ നടി ലീന മരിയ പോളിനെ 2 ദിവസത്തിനുള്ളിൽ പോലീസ് വീണ്ടും വിളിച്ചു വരുത്തും. കേസന്വേഷണം ഡൽഹിയിലേക്കും മുംബൈയിലേക്കും കർണാടകത്തിലേക്കും വ്യാപിപ്പിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അതേസമയം നടിക്ക് പോലീസ് സംരക്ഷണം നൽകാനാവില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിനു നേരെയുണ്ടായ വെടിവെപ്പിൽ ഉടമയും നടിയുമായ ലീന മരിയ പോളിനെ വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ലീന വ്യക്തമാക്കിയിട്ടുണ്ട്. മുംബൈക്കും ഡൽഹിക്കും പുറമെ രവി പൂജാരിയുടെ ജന്മനാടായ കർണാടകയിലേക്കും അന്വേഷണ സംഘം പോകും. ഉടുപ്പിയിൽ രവി പൂജാരിയുടെ സഹോദരനടക്കം അടുത്ത ബന്ധുക്കളുണ്ട്. ലീനയ്ക്ക് ലഭിച്ച ഭീഷണി സന്ദേശങ്ങൾ രവി പൂജാരിയുടേതാണോ എന്ന് ഇനിയും പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിനിടെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ലീന മരിയ പോൾ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സുരക്ഷ നൽകാനാകില്ലെന്നും സ്വന്തം നിലയിൽ സുരക്ഷ ഒരുക്കണമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. സർക്കാർ തീരുമാനം ലീന മരിയ പോൾ അംഗീകരിച്ചു. വെടിവെപ്പ് കേസിൽ നടി ലീന മരിയ പോളിന്റെയും ഭർത്താവ് സുകേഷ് ചന്ദ്രശേഖറിന്റെയും സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിക്കും. അടുത്തിടെ സുകാഷ് കൊച്ചിയിലെത്തിയിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. മൂന്ന് മാസം മുൻപ് നഗരത്തിലെത്തിയ സുകാഷ് 3 ആഴ്ച ഒരു റിസോർട്ടിൽ താമസിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം പരിശോധന തുടങ്ങിയത്. ബ്യൂട്ടി പാർലർ ഉടമയായ ലീന മരിയ പോളിനൊപ്പം സ്വകാര്യ റിസോർട്ടിലായിരുന്നു ഈ ദിവസങ്ങളിൽ സുകാഷ് താമസിച്ചത്. ഡൽഹി പോലീസിന്റെ സംരക്ഷണയിലായിരുന്നു കൊച്ചിയിലെ ഇവരുടെ താമസമെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു.
ചികിത്സാ ആവശ്യങ്ങൾക്കായാണ് സുകാഷ് ഇവിടെ മുറിയെടുത്തതെന്ന് റിസോർട്ട് മാനേജർ പോലീസിനോട് പറഞ്ഞുവെന്നാണ് വിവരം. ദിവസവും 1.5 മണിക്കൂറിലേറെ ചികിത്സയ്ക്കായി റിസോർട്ടിൽ നിന്നും ഇരുവരും പുറത്തു പോകാറുണ്ടായിരുന്നു. ഇവർക്ക് സന്ദർശകർ ഒട്ടേറെ ഉണ്ടായിരുന്നെന്നും മാനേജർ മൊഴി നൽകിയെന്നാണ് സൂചന. കൊച്ചി സ്വദേശികളായ 3 പേർ ബോസിനെന്ന് പറഞ്ഞാണ് റിസോർട്ടിൽ മുറിയെടുത്തത്. കേസിലെ പ്രതിയാണെന്നോ പോലീസ് ഒപ്പമുണ്ടെന്നോ പറഞ്ഞിട്ടില്ലെന്നും മാനേജർ വ്യക്തമാക്കി. ഈ റിസോർട്ട് കൂടാതെ കൊച്ചിയിലെ മറ്റ് 2 റിസോർട്ടുകളിലും ഇവർ താമസിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം. ഈ വരവിൽ നടത്തിയ ഇടപാടുകളാണോ ഇപ്പോഴത്തെ വെടിവയ്പിൽ കലാശിച്ചതെന്നും പോലീസ് പരിശോധിക്കും. കർണാടകയിലെ മാരമ്മ ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ മുൻ പൂജാരി ദൊഡ്ഡയ്യ 15 കുപ്പി കീടനാശിനി ചേർത്തിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. വിഷം കലർന്ന പ്രസാദം കഴിച്ച 15 പേരാണ് മരിച്ചത്. ദൊഡ്ഡയെയും ഒരു സ്ത്രീ ഉൾപ്പെടെ 3 സഹായികളെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ക്ഷേത്രത്തിൽ നിർമ്മിച്ച പുലാവിലാണ് കീടനാശിനി ചേർത്തത്. പാചകക്കാരെ തന്ത്രപൂർവ്വം ഒഴിവാക്കിയ ശേഷമാണ് ദൊഡ്ഡയെയും കൂട്ടുകാരനും ഓർഗാനോഫോസ്ഫേറ്റ് പ്രസാദത്തിൽ കലർത്തിയത്. പാചകക്കാർ തിരികെ എത്തിയപ്പോൾ ദുർഗന്ധം അനുഭവപ്പെട്ടെങ്കിലും കർപ്പൂരത്തിന്റെ മണമാണെന്ന് ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. പുലാവിൽ കീടനാശിനി കലർത്തിയത് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റും സാലൂർ മഠത്തിലെ സ്വാമിയുമായ ഇമ്മാടി മഹാദേവയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ദൊഡയ്യ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. നേരത്തെ മാരമ്മ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന ദൊഡയ്യയെ കഞ്ചാവ് കേസിൽ പ്രതിയായതിനെ തുടർന്ന് ജനുവരിയിൽ പിരിച്ചുവിട്ടിരുന്നു. പിന്നീട് സമീപ ഗ്രാമത്തിലെ നാഗർകോവിൽ ക്ഷേത്രത്തിൽ പൂജാരിയായ ദൊഡയ്യയെ മഹാദേവസ്വാമി വിളിച്ചു വരുത്തുകയായിരുന്നു. ക്ഷേത്ര ഗോപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മഹാദേവസ്വാമിക്ക് ട്രസ്റ്റ് അഭിപ്രായ ഭിന്നതയാണ് ക്രൂരതയ്ക്ക് പിന്നിലെന്ന് IG ശരത് ചന്ദ്ര വിശദീകരിച്ചു. ദൊഡയ്യയ്ക്കും മഹാദേവസ്വാമിക്കും പുറമെ ക്ഷേത്ര സെക്രട്ടറി മാതേഷ്, ഭാര്യ അംബിക എന്നിവരെയും കേസിൽ പോലീസ് പ്രതി ചേർത്തു. പുലാവ് പാകം ചെയ്യുന്ന വെള്ളത്തിൽ കീടനാശിനി കലർത്താനായിരുന്നു ആദ്യം പദ്ധതി. ഇതിനായി കൃഷി ഓഫീസിൽ നിന്നും ഓർഗാനോഫോസ്ഫേറ്റ് ഗണത്തിൽപ്പെടുന്ന കീടനാശിനി അംബികയാണ് ശേഖരിച്ചത്. കഴിഞ്ഞ 14-ന് രാവിലെ ക്ഷേത്രത്തിൽ പുലാവ് പാകം ചെയ്തിരുന്നു. പിന്നീട് മുഖ്യ പാചകക്കാരനായ പുട്ടസ്വാമി കുളിക്കാൻ പോയ നേരം നോക്കി ഇതിൽ പ്രതികൾ കീടനാശിനി ചേർത്തുവെന്നാണ് സ്ഥിരീകരണം. ഭക്ഷ്യവിഷബാധയേറ്റുന്ന മട്ടിൽ മൈസൂരു KR ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ദൊഡയ്യയെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് ഗൂഢാലോചന പുറത്തുവന്നത്. മറ്റുള്ളവർക്കൊപ്പം അഡ്മിറ്റായ ദൊഡയ്യയുടെ രക്തസാമ്പിളുകളിൽ ഓർഗാനോഫോസ്ഫേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്താത്തതാണ് സംശയം വർദ്ധിപ്പിച്ചത്. തുടർന്നായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത്. വേട്ടക്കാരന് അമേരിക്കൻ കോടതി വിചിത്രമായ ശിക്ഷ വിധിച്ചു. ഡേവിഡ് ബെറി എന്ന വേട്ടക്കാരനാണ് കോടതി 1 വർഷത്തെ തടവും മാൻവേട്ടയെക്കുറിച്ചുള്ള കുട്ടികളുടെ സിനിമ കാണാനുമുള്ള ശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഡേവിഡിനെ മിസോറിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. 100 കണക്കിന് മാനുകളെ ഇയാൾ വേട്ടയാടി കൊന്നുവെന്നാണ് കണക്ക്. ഇത്രയധികം മാനുകളെ കൊല്ലുന്നത് മിസോറിയുടെ ചരിത്രത്തിൽ ആദ്യമായാണെന്ന് പോലീസ് പറയുന്നു. കൊലപ്പെടുത്തിയ മാനുകളുടെ തല മാത്രം എടുത്ത് ഉടൽ ഉപേക്ഷിക്കലാണ് ഡേവിഡിന്റെ രീതി. മാനുകളുടെ എണ്ണം കൃത്യമായി അറിയില്ലെങ്കിലും 100 കണക്കിന് മാനുകളെ കൊലപ്പെടുത്തിയെന്ന് പ്രതി കോടതിയിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ഇയാൾക്ക് 12 മാസം തടവ് ശിക്ഷ വിധിച്ച കോടതി വിചിത്രമായ മറ്റൊരു ശിക്ഷ കൂടി നൽകി. വാൾട്ട് ഡിസ്നി നിർമ്മിച്ച ബാംബി എന്ന കാർട്ടൂൺ സിനിമ ശിക്ഷാ കാലയളവിൽ കാണാനാണ് നിർദ്ദേശം. ഇതുകൂടാതെ ഏകദേശം 36 ലക്ഷം രൂപ പിഴയടയ്ക്കുകയും വേണം. 1942 നിർമ്മിച്ച ബാംബി എന്ന സിനിമ വേട്ടക്കാരനാൽ അമയനഷ്ടമായ ഒരു മാൻകുഞ്ഞിന്റെ കഥയാണ് പറയുന്നത്. 12 മാസത്തെ തടവിനു പുറമെ അനധികൃതമായി ആയുധം ഉപയോഗിച്ചതിനും കോടതി ഇയാളെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഡേവിഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്.
സാക്ഷി തുടരുന്നു. തിരൂർ കൂട്ടായി പറവണ്ണയിൽ 5 ഓട്ടോറിക്ഷകളും നിർമ്മാണത്തിലിരുന്ന വീടും അക്രമികൾ അഗ്നിക്ക് ഇരയാക്കി. MES ആശുപത്രിക്ക് സമീപം പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആസൂത്രിത ആക്രമണം അരങ്ങേറിയത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. പറവണ്ണ സ്വകാര്യ ഹോസ്പിറ്റലിന് സമീപമുള്ള തിത്തിരത്തിന്റെ പുരയ്ക്കൽ മുംതാസിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ് അക്രമി സംഘം നശിപ്പിച്ചത്. വീടിന്റെ കട്ടളകളും ജനലുകളും മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് കുത്തിപ്പൊളിച്ചു. 5 ഓട്ടോകളും അഗ്നിക്കിരയായി. ഓട്ടോറിക്ഷകൾ പൂർണ്ണമായും കത്തിനശിച്ചു. തിത്തിരത്തിന്റെ പുരയ്ക്കൽ യഹ്യാൻ, യൂനുസ് കോയമോൻ, കമ്മുക്കാന്റെ പുരയ്ക്കൽ ജലീൽ, കുഞ്ഞിമാക്കാന്റെ പുരയ്ക്കൽ ഹരീസ് എന്നിവരുടെ ഓട്ടോകളാണ് അഗ്നിക്ക് ഇരയായത്. CPM പ്രവർത്തകരുടേതാണ് ആക്രമണത്തിന് ഇരയായ വാഹനങ്ങൾ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമേലും കുറ്റം ചുമത്തുന്നില്ലെന്നും പോലീസ് നടപടി സ്വീകരിച്ച് യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടുമെന്നും സ്ഥലം സന്ദർശിച്ച CPM നേതാക്കൾ പറഞ്ഞു. ആക്രമിക്കപ്പെട്ടത് മുഴുവൻ CPIM-ന്റെ കുടുംബക്കാരും ബന്ധുക്കാരുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തീരദേശ മേഖലകളിൽ പോലീസും ഇരു പാർട്ടികളും ചേർന്ന് സമാധാന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് വീണ്ടും അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആസൂത്രിത അക്രമി സംഘമാണ് സംഭവത്തിന് പിന്നിലുള്ളതെന്നാണ് സൂചന. പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു.